അമേരിക്ക ഇസ്രായേലിൽ നടത്തിയേക്കാവുന്ന കരയുദ്ധം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു മഹത്തായ കാര്യമാണ് എന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ മുൻ തലവനും അതോടൊപ്പം മുജ്തബ ഖാംനയുടെ ഉപദേഷ്ടാവുമായ മുഹ്സിൻ റദായി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, 1000 സൈന്യത്തെ ഞങ്ങൾക്ക് പിടിച്ചു വെക്കാൻ സാധിച്ചാൽ കരയുദ്ധം നടക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ അവരെ ജീവനോടെ പിടികൂടും എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സൈനികനെ വിട്ടുകൊടുക്കാൻ $1 ബില്യൺ ഞങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു വലിയ സാമ്പത്തിക നേട്ടമാവുമല്ലോ, അത് ഞങ്ങൾക്ക് വലിയ ലാഭമാണ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിന്റെ ഭാഗത്ത് ഏത് കപ്പലുണ്ടെങ്കിലും അത് മുക്കിക്കളയും എന്നുകൂടെ അദ്ദേഹം ഭീഷണി മുഴക്കിയിട്ടുണ്ട്. എന്നാൽ അമേരിക്ക ഇപ്പോൾ ഇറാന്റെ എല്ലാ കപ്പലുകൾക്കും പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുമ്പോൾ തന്നെ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ഇറാന്റെ ഏത് കപ്പലുകൾ ഏത് ഭാഗത്താണെങ്കിലും എവിടെ വെച്ചും അത് മുക്കിക്കളയും അല്ലെങ്കിൽ തകർത്ത് കളയും എന്നാണ് അമേരിക്ക പറയുന്നത്. ഹോർമുസ് കടലിലൂടെ ഇറാനിലേക്ക് പോകുന്ന, അത് ഇറാന്റെ സൈനിക ആവശ്യങ്ങളോ മറ്റെന്ത് ആവശ്യങ്ങളാണെങ്കിലും ഇറാനിലേക്ക് പോകുന്ന കപ്പലുകളെ എല്ലാം തകർക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, US മിലിറ്ററി പറയുന്നത്, വി വിൽ ടാർഗറ്റ് ഇറാനിയൻ ഷിപ്പ് ഓൺ ദി ഹൈ സീസ് എനിവേർ ഓൺ ദി പ്ലാനറ്റ്. അതായത് ഭൂമിയിൽ എവിടെയാണെങ്കിലും ആ കപ്പലുകളെ നമ്മൾ ആക്രമിക്കുമെന്ന് അമേരിക്കൻ സൈനികർ പറയുകയാണ്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ ട്രംപ് പറയുന്നത് അത്ഭുതകരമായ ചില കാര്യങ്ങളാണ്. ട്രംപ് പറയുന്നത് ന്യൂക്ലിയർ ടെസ്റ്റുകൾ, ന്യൂക്ലിയർ എൻറിച്ച്ഡ് ആയ എല്ലാം ഞങ്ങൾക്ക് കൈമാറാമെന്ന് ഇറാൻ സമ്മതിച്ചിരിക്കുന്നു എന്നാണ്. ഇദ്ദേഹത്തിന്റെ പച്ചക്കളവുകൾക്ക് യാതൊരുവിധ ലിമിറ്റും ഇല്ലാത്തത് കൊണ്ട് എന്തും പറയാൻ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ലോകത്ത് ട്രംപ് എന്നതുകൊണ്ട് തന്നെ എന്തും പറയാം. ഇങ്ങനെ ഒരു കാര്യം ഇറാൻ അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അംഗീകരിക്കുകയുമില്ല. അത് ഒരുപക്ഷെ അമേരിക്ക ഇനി ബലമായി പിടിച്ചുകൊണ്ടുപോയാൽ പോലും ഒരിക്കലും ഇത് കൈമാറുക എന്നത് ഇറാൻ ഒരിക്കലും ചെയ്യുകയില്ല എന്ന് ചെറിയൊരു കുട്ടിക്ക് പോലും അറിയാം. പക്ഷെ ട്രംപ് അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഇറാനുമായി ഞങ്ങൾക്ക് ഒരു വലിയ ബന്ധമാണുള്ളത്, ആ ബന്ധം ഒരു അത്ഭുതകരമായ ബന്ധത്തിലേക്ക് നീങ്ങുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് സാധാരണ പ്രായാധിക്യം മൂലമുണ്ടാകുന്ന ചില സംസാരങ്ങളൊക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ലോകമത്ര കാര്യമായി എടുക്കുന്നില്ല.